ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിൽ ബട്ടർ ഐസിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 150 ഗ്രാം ബട്ടറാണ് എടുത്തത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ബട്ടർ നല്ല റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നല്ല റൂമിൽ വെച്ച് നന്നായിട്ട് ഒന്ന് സോഫ്റ്റായ ബട്ടറാണ് നിങ്ങളിതിൽ ഉപയോഗിക്കേണ്ടത്. ഈ ബട്ടർ ഐസിങ് വളരെ ഈസിയും അതുപോലെ വളരെ ടേസ്റ്റിയും നല്ല ഫ്ലഫിയസ്റ്റുമാണ്. അപ്പോൾ ആദ്യം നമുക്കിത് 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ഞാൻ നമ്മുടെ ബട്ടർ ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫിയസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൈറ്റിഷ് കളറായിട്ടുണ്ട്. ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കൊരു സ്പാച്ചില വെച്ച് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ശരിക്കും നല്ല ക്രീമി രൂപത്തിലാണ് നമ്മുടെ ബട്ടർ ഇരിക്കുന്നത്. ഈ രൂപത്തിലാക്കിയിട്ട് വേണം നിങ്ങളിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്കവരും ചെയ്യുന്നത് ഈ പഞ്ചസാരയും ബട്ടറും കൂടെ ഒന്നിച്ചിട്ടടിക്കും. അപ്പോൾ ഒരു തരി പോലെ ഇരിക്കും. ഇത് അങ്ങനെ യാതൊരു പ്രശ്നവും കാണില്ല. അപ്പോൾ നമുക്കിതിലേക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഒരു 3 മിനിറ്റോളം ബീറ്റ് ചെയ്യണം. മൊത്തം നമുക്ക് നമ്മുടെ ഈ ബട്ടർ ഐസിങ് ഉണ്ടാക്കാൻ വേണ്ടത് ഒരു 5 മിനിറ്റാണ്. ഈ 5 മിനിറ്റ് നിങ്ങൾ നല്ല ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് 3 മിനിറ്റോളം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബട്ടർ ഐസിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ തരിപ്പൊന്നും തന്നെ നമ്മുടെ ഈ ബട്ടർ ഐസിങ്ങിനില്ല. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇല്ലേ, അതുപോലെ തന്നെ നന്നായിട്ട് കണ്ടോ നല്ല പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തരിപ്പൊന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്കായി ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.